ഹരിനാമ കീർത്തനത്തിലേക്ക് സ്വാഗതം. ഠായങ്ങൾ ഗീതമിവ നാദപ്രയോഗം ഉടനേകശ്രുതിങ്കൽ ഒരുമിക്കുന്ന പോലെ പരം ഏകാക്ഷരത്തിൽ ഇതടങ്ങുന്നു സർവവും ഇതാകാശ സൂക്ഷ്മതനു നാരായണായ നമ. നാനാത്വത്തിൽ സ്ഥിതി ചെയ്യുന്ന ഏകത്വത്തെക്കുറിച്ച് ആണ് ആചാര്യൻ വിസ്തരിച്ചത്. ഒന്നിനെ നാം പലതായി കാണുന്നു, എന്നാൽ ഈ പലതിൽ ഒന്നിനെ ദർശിക്കാനും ആകുന്നില്ല. അതുകൊണ്ട് മറ്റൊരു ഉദാഹരണത്തിലൂടെ ആ അറിവിലൂടെ ആചാര്യൻ പകരുന്നു. നാം ഒരു സംഗീതം കേൾക്കുന്നു. ഒരു രാഗത്തിലുള്ള ഒരു കീർത്തനം ഗായകൻ പാടുന്നു. ശ്രുതി ചോർന്നു പോകാതെ, രാഗം ഇടറാതെ അയാൾ പാടുന്നതിനിടയിൽ രാഗത്തിന്റെ ഭാവവൈവിധ്യം അനുഭവവേദ്യമാക്കുന്നതിന് അദ്ദേഹം അതിൽ നിന്ന് ഠായങ്ങളെ അഥവാ ഗമകങ്ങളെ സൃഷ്ടിക്കുന്നു. ഏത് രാഗമാണോ ആലപിക്കുന്നത് ആ രാഗത്തിൽ നിന്ന് തന്നെയാണ് ഗമകങ്ങൾ സൃഷ്ടമാകുന്നത്. സപ്തസ്വരങ്ങളെ നാദ വൈവിധ്യത്തോടെ അവതരിപ്പിക്കുന്നുവെങ്കിലും അവ രാഗത്തിൽ തന്നെ ലയിപ്പിക്കുന്നതും കാണാം. ഒരൊറ്റ ശ്രുതിയിൽ നിന്ന് സൃഷ്ടമാകുകയും അതേ ശ്രുതിയിൽ തന്നെ ലയിക്കുകയും ചെയ്യുന്ന ഈ വൈവിധ്യത്തെ വിവിധങ്ങളായി ആസ്വാദകർ കാണാറില്ല. ഇതുതന്നെയാണ് ഈശ്വരോപാസനയുടെയും കാഴ്ചയാകേണ്ടത്. വൈവിധ്യമാർന്ന ഒട്ടേറെ കാര്യങ്ങൾ നാം കാണുകയും കേൾക്കുകയും അനുഭവിക്കുകയും ഒക്കെ ചെയ്യുന്നുണ്ട്. എങ്കിലും അവയൊന്നും വേറെ വേറെയല്ല എന്ന് മനസ്സിലാക്കണം. ഏകവും അക്ഷരവുമായ ഒന്നിൽ നിന്ന് ആവിർഭവിക്കുകയും അതിൽ തന്നെ വിലയം കൊള്ളുകയും ചെയ്യുന്നവ എങ്ങനെ മറ്റൊന്നാകും? കടലിൽ നിന്നാണ് തിരകൾ ഉണ്ടാകുന്നത്. അതിനാൽ കടൽ വേറെ തിര വേറെ എന്ന് കരുതുന്നതിൽ എന്താണ് പ്രസക്തി? കടൽ തന്നെയാണ് തിര. ആഴിയും തിരയും കാറ്റും ആഴവും പോലെ ഞങ്ങളും മായയും നിൻ മഹിമയും നീയും എന്നുള്ളിലാകണം എന്ന് ഗുരുദേവൻ. നാം പല പല നാമങ്ങളിലും രൂപങ്ങളിലും തിരിച്ചറിയുന്ന എല്ലാത്തിനെയും ആകാശം പോലെ ആവരണം ചെയ്തിരിക്കുന്ന ചൈതന്യവിശേഷമുണ്ട്. ആകാശത്തിന്റെ പൊരുൾ അന്വേഷിച്ചു പോയാൽ നാം എവിടെയാണ് എത്തുക? അത് നമ്മുടെ അനുഭവമണ്ഡലത്തിന് അപ്പുറമുള്ള സൂക്ഷ്മതയാണ്. അതുപോലെ അത്യന്തം സൂക്ഷ്മമാണ് ആ ചൈതന്യം. അതുകൊണ്ടാണ് അതിനെ ആകാശ സൂക്ഷ്മതനു എന്ന് ആചാര്യൻ വിളിക്കുന്നത്. ഇനി ഇതിനെ മനസ്സിലാക്കണമെങ്കിലോ ആത്മസാക്ഷാത്കാരത്തിൽ മാത്രമാണ് ആ അറിവ് ഉദിക്കുന്നത്. അതിന് ബുദ്ധി അന്തർമുഖമാകണം, ഏകാഗ്രമാകണം, സൂക്ഷ്മവും ആയിരിക്കണം.